സൗന്ദര്യത്തിന്റെയും പച്ചപ്പിന്റെയും നാടായ കേരളത്തിന്റെ ജന്മദിനമാണ് നവംബർ 1. ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിച്ചിട്ട് 64 വർഷം തികയുകയാണ്. 1956 നവംബർ 1 തിരുവിതാംകൂർ, കൊച്ചി, മലബാർ തുടങ്ങിയ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുള്ള കേരള സംസ്ഥാനം രൂപീകരിച്ചു. തിരുവിതാംകൂറിന്റെ പ്രൗഢ്യവും കൊച്ചിയുടെ ആട്യവും മലബാറിന്റെ സ്നേഹവും ഒത്തുചേർന്ന് അങ്ങനെ കേരളം എന്ന സംസ്ഥാനം രൂപം കൊണ്ടു. പരശുരാമൻ എറിഞ്ഞ മഴു അറബിക്കടലിൽ വീണ സ്ഥലം കേരളമായി മാറി എന്നാണ് ഐതിഹ്യം. തെങ്ങുകൾ ധാരാളമായി ഉണ്ടായതുകൊണ്ടാണ് കേരളം എന്ന പേര് ലഭിച്ചതെന്നും അല്ല, ചേര രാജാക്കന്മാരുടെ അധീനതയിലായിരുന്ന ചേരളം പിന്നീട് കേരളമായി മാറുകയായിരുന്നുവെന്നും പറയുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേക സ്ഥിതിയും പ്രകൃതിലബ്ധമായ സവിശേഷതകളും കേരളത്തിനും സുവ്യക്തമായ ഒരു വ്യക്തിത്വം നൽകിയിരിക്കുന്നു. കിഴക്ക് പശ്ചിമഘട്ടങ്ങൾക്കും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലായി ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് തെക്ക് വടക്ക് നീളത്തിൽ കിടക്കുന്ന ഭൂഭാഗമാണല്ലോ കേരളം. കൽപ്പവൃക്ഷമായ തെങ്ങ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷവും, ആന ഔദ്യോഗിക മൃഗവും, വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയും, കണിക്കൊന്ന ഔദ്യോഗിക പുഷ്പവുമാണ്. ഏകദേശം 3,48,00,000 ജനസംഖ്യയുള്ള കേരളം മതമൈത്രിക്ക് പേരുകേട്ട സ്ഥലമാണ്. കഥകളിയുടെയും കേളികൊട്ടിന്റെയും തെയ്യത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും നാടാണ് നമ്മുടെ കേരളം. കഥകളിയും തെയ്യവും കൂടിയാട്ടവും പോലുള്ള കലകളും, വള്ളം കളിയും കളരിപ്പയറ്റും പോലുള്ള വിനോദങ്ങളും പൂരവുമൊക്കെ മലയാളികളുടെ മാത്രം സ്വകാര്യ അഹങ്കാരങ്ങളാണ്. കേരളത്തിലെ ഉത്സവങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ സംസ്കാരത്തെയും ഒത്തൊരുമയെയും സൂചിപ്പിക്കുന്നു. നാനാജാതി മതസ്ഥർ ഇവിടെ ഐക്യത്തോടെ കഴിയുന്നു. വിഭിന്ന ജാതിക്കാരായ കേരളീയർ മതപരമായ ചടങ്ങുകളിൽ സ്വീകരിക്കുന്ന വേഷമാതൃകകൾ വ്യത്യസ്തമാണെങ്കിലും സാമൂഹിക ആഘോഷങ്ങളിലും പൊതുരംഗങ്ങളിലും ഏവരുടെയും വസ്ത്രധാരണ സമ്പ്രദായത്തിന് ഏറെക്കുറെ ഐക്യരൂപ്യം കാണാം. വേഷവിധാനത്തിന്റെയും ആഹാരത്തിന്റെയും കാര്യത്തിലും ആധുനിക കേരളീയർ പുതുമയെയും പഴമയെയും ആകർഷകമാം വണ്ണം കൂട്ടിയിണക്കുന്നത് വിജയിച്ചിരിക്കുന്നു എന്ന് കാണാം. ഭാരതത്തിന്റെ സംസ്കാര പാരമ്പര്യത്തിന്, സാഹിത്യത്തിന്റെയും കലകളുടെയും രംഗത്ത് കേരളം നൽകിയ സംഭാവന ഏത് രീതിയിലും മികച്ചതാണ്. ആയിരക്കണക്കിന് പദ്യകൃതികളാലും ഗദ്യകൃതികളാലും സമ്പുഷ്ടമാണ് മലയാള സാഹിത്യം. മലയും പുഴയും കാടും കൊച്ചരുവികളും കൊണ്ട് പ്രകൃതി രമണീയമാണ് നമ്മുടെ നാട്. കേരളത്തെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യവും കലാരൂപങ്ങളും വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ഇന്ത്യയിൽ സാക്ഷരതയിലും ആരോഗ്യ രംഗത്തും ഏറെ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. 2018-ലെയും 2019-ലെയും പ്രളയത്തെയും 2018-ലെ നിപ്പ വൈറസിനെയും 2019 ലോകത്താകമാനം പൊട്ടിപ്പുറപ്പെട്ട കൊറോണ എന്ന മഹാമാരിയെയും കേരളീയർ നേരിട്ട രീതി ലോക പ്രശംസ പിടിച്ചു പറ്റിയ സംഭവങ്ങളാണ്. മാസ്ക് ധരിച്ചും സാമൂഹിക അകലം പാലിച്ചും ജാഗ്രതയോടും ഉത്തരവാദിത്വത്തോടും കൂടെ നമുക്ക് കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാം. നമുക്ക് നേട്ടങ്ങളുണ്ട്, എന്നാൽ നേടാൻ ഇനിയും ഏറെയുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിളിപ്പേര് അതിന് യഥാർത്ഥ അർത്ഥത്തിൽ കേരളത്തിന്റെ സ്വന്തമായി എന്നും നിലനിർത്താൻ ഓരോ മലയാളിക്കും ശ്രമിക്കാം. മലയാള ഭാഷയെ സ്നേഹിച്ചുകൊണ്ടും കേരള സംസ്കാരത്തെ ആദരിച്ചുകൊണ്ടും നമ്മുടെ നാടായ കേരളത്തിന്റെയും അതുവഴി ഭാരതത്തിന്റെയും വളർച്ചയ്ക്കായി നമുക്ക് പ്രയത്നിക്കാം. വികസനത്തിന്റെ ചിറകിലേറി പറക്കുമ്പോൾ പ്രകൃതിയെ കൂടെ കൂട്ടാൻ ഒരിക്കലും മറക്കരുത്.
വരാനിരിക്കുന്ന കാലങ്ങളിൽ കേരളത്തിന്റെ പ്രതിഭാശക്തി അതിനെ മുഴുവൻ ഉണർവോടും ഉൾക്കരുത്തോടും അനസ്വീതം വികസിക്കുമെന്നും മഹത്തായ ഇന്ത്യൻ പാരമ്പര്യത്തെ സമ്പന്നമാക്കിക്കൊണ്ട് കേരള സംസ്കാരം കൂടുതൽ ഉജ്ജ്വലമാക്കി സമുന്നത മേഖലകളിലേക്ക് ഉയർന്നു ചെല്ലുമെന്നും നമുക്ക് വിശ്വാസപൂർവം പ്രതീക്ഷിക്കാം. പർവ്വതം പട്ടുചാർത്തിടും സ്വപ്നഭൂമിയാം കേരളം, കേരമാമരം ചേലിലാടിടും ദേവഭൂമിയാം കേരളം. പല നിറങ്ങളായി പല മതങ്ങളായി ഒരുമ തേടും ഈ കേരളം, സമതയേകിടും സ്നേഹമന്ത്രമായി ജനനിയാമെന്റെ കേരളം.